Hello, welcome to Your Beautiful. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ഓഫ് 2024 ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ്, വർത്ത് ദ മണി ആയിട്ട് തോന്നിയ പ്രോഡക്ട്സ് ഐ ഡു നോട്ട് റിഗ്രറ്റ് അറ്റ് ഓൾ, അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണിച്ചത്, എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. ബ്യൂട്ടി റിലേറ്റഡ്, സ്കിൻ കെയർ റിലേറ്റഡ്, മേക്കപ്പ് റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വലിച്ചു നിന്നിട്ടാണ്ട് നമുക്കിന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് കാണാം. ഇന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് വന്നിട്ട് രേഖ R1475. ഹായ് റിൻസി, ഐ ലൈക്ക് യുവർ വീഡിയോസ്, ട്രസ്റ്റഡ് ഇൻഫ്ലുവൻസർ, വെയിറ്റിംഗ് ഫോർ മോർ റെഗുലർ വീഡിയോസ്. താങ്ക് യു സോ മച്ച് രേഖ, താങ്ക് യു, ഇറ്റ് മീൻസ് എ ലോട്ട്. ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത്, ഇത് ഞാനൊരു റീൽസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഷോർട്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെനസയുടെ ഡീവ എന്നുള്ള ഡിയോഡ്രൻ്റ് ആണ്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോ. പക്ഷേ ഓൺലൈൻ ഇതിപ്പോൾ 90 റുപ്പീസ് ഞാൻ കണ്ടു കേട്ടോ. മിന്ത്രയിലോ ആമസോണിലോ ഏതിലോ ഒരെണ്ണത്തിൽ 90 റുപ്പീസിനുണ്ട്. ഞാൻ എന്തായാലും ഇത് ഓൺലൈൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ടാഗ് ചെയ്യുന്ന പ്രോഡക്ട്സ് എനിക്ക് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. ഒരു വെരി നൈസ് ഡിയോഡ്രൻറ്റ്. അതായത് നമ്മൾ പൊതുവേ ഡിയോഡ്രൻസ് ഒക്കെ സ്മെല്ല് ചെയ്യുമ്പോൾ ഭയങ്കര ബേസിക് പോലത്തെ സ്മെല്ലല്ലേ നമുക്ക് കിട്ടാറ്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ചീപ്പ് സ്മെല്ലിംഗ് അല്ല, നല്ല സ്വീറ്റ് ഫ്ലോറൽ ഫ്രൂട്ടി, ഒരു ഡെയിലി വെയറിന് ഇത് ഐ വുഡ് റെക്കമെൻഡ് ദിസ് മെയിൻലി ഫോർ കോളേജ് സ്റ്റുഡൻസ്. അവർക്ക് പോക്കറ്റ് ഫ്രണ്ട്ലിയുമാണ്, എന്നാൽ നല്ല സ്മെല്ലിങ്, നല്ല ഒരു ക്ലാസി സ്മെല്ലും കൂടെ. ഭയങ്കര ക്ലാസി എന്നല്ല ഞാൻ പറയണേ, ബട്ട് ഇറ്റ്സ് എ ഡീസൻറ്റ് സ്മെല്ലിങ്. ലൈക്ക് യു ക്യാൻ നെവർ ഗോ റോങ് വിത്ത് ദിസ്. അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇത്. ഞാൻ കുറേ ഡിയോഡ്രൻസ് ആൻഡ് പെർഫ്യൂംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് നമ്മുടെ ഈ സാധാരണയുള്ള ഡിയോഡ്രൻസ് എനിക്ക് അങ്ങനെ പേഴ്സണലി ഇഷ്ടമാവാറില്ല. പക്ഷേ അങ്ങനെ ഡിയോഡ്രൻസിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് 200 റുപ്പീസിൻ്റെ താഴെയായ കാരണം അത് വർത്ത് ദ മണി ആയിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലഷ് ആണ് കേട്ടോ. ഇത് പൗഡർ ബ്ലഷ് ആണ്. കെ ബ്യൂട്ടിയുടെ പൗഡർ ബ്ലഷ് ഇൻ ദ ഷെയ്ഡ് കോറൽ ചാം. സോ ഇത് കോറൽ ഷെയ്ഡാണെന്ന് പറയുമ്പോൾ അങ്ങനത്തെ പീച്ചി ടോണല്ല, കൂടുതലും ഒരു പിങ്കിഷ് കോറലിഷ് ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോൺസിനും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അതാണ് ഞാൻ ഇത് നോക്കിയിട്ട് വാങ്ങിച്ചത്. ആൻഡ് ദിസ് ഇസ് സൂപ്പർ പിഗ്മെൻറ്റഡ്, നല്ല സ്മൂത്താണ്. നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഈസിലി ബ്ലെൻഡ് ആവും. ഭയങ്കര പിഗ്മെൻറ്റഡ് ആയ കാരണം കുറച്ച് പ്രോഡക്റ്റ് ലൈക്ക് ഏറ്റവും മിനിമം ആയിട്ട് എടുക്കാൻ നോക്കുക, കാരണം അത്രയും പിഗ്മെൻറ്റഡ് ആണ്. ആൻഡ് ഇസ് ഓൾസോ സൂപ്പർ ലോങ് ലാസ്റ്റിംഗ്. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് പൗഡർ ബ്ലഷസിൽ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത ബ്ലഷസിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും ഏറ്റവും വർത്ത് ദ മണി ആയിട്ട് തോന്നിയ ഒരു ബ്ലഷാണ് കെ ബ്യൂട്ടിയുടെ. ദിസ് ഈസ് റിയലി ഗുഡ്. നിങ്ങൾ ഒരു ബ്ലഷ് പേഴ്സൺ ആണെങ്കിൽ ദിസ് ഈസ് എ മസ്റ്റ് ഹാവ് ടോപ്പ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് സെഫോറയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു മേക്കപ്പ് റിമൂവർ ആണ്, ഓയിൽ ഇൻഫ്യൂസ്ഡ് മേക്കപ്പ് റിമൂവർ ആണ്. ആൻഡ് ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് വൈറ്റ് ലിഡ് ആയിട്ടുള്ളതാണ് കിട്ടിയത്. ഞാൻ സെഫോറ കൗണ്ടറിൽ വാങ്ങിച്ചതാണ്, ഓൺലൈനൊന്നുമല്ല. സോ ദിസ് ഇസ് റിയലി ഗുഡ്. നമ്മുടെ മേക്കപ്പിനെ വേഗം മെൽറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ആഫ്റ്റർ ദിസ് നമ്മൾ ഫേസ് വാഷ് ചെയ്യണം. ബട്ട് ഇത് നല്ലൊരു എന്താ പറയുക, നല്ല പെർഫോമൻസ് ആണ് ഇതിൻ്റെ. നല്ല ഡീപ്പായിട്ടുള്ള മേക്കപ്പും വാട്ടർ പ്രൂഫ് മസ്കാരാസ് എല്ലാം അതും നന്നായിട്ട് റിമൂവ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ചീപ്പർ വേർഷൻ നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അഫോർഡബിൾ പ്രൈസ് ഗാർണിയറിൻ്റെ ഓയിൽ ഇൻഫ്യൂസ്ഡിലെ വിറ്റമിൻ സിയുടെ അല്ല കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചു, ഒന്നിനും കൊള്ളില്ല. ബട്ട് ഓയിൽ ഇൻഫ്യൂസ്ഡ് ആ പ്ലെയിൻ ബോട്ടിലിൽ യെല്ലോ ലിഡ് അല്ല വൈറ്റ് ലിഡ് വരുന്നത്. യെല്ലോ ലിഡ് ഉള്ളത് വാങ്ങിക്കേണ്ട, ദാറ്റ്സ് വെരി ബാഡ്. വൈറ്റ് ലിഡ് ഉള്ളതാണ് പറഞ്ഞത്. ബട്ട് ഓയിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളത്, ഓയിലും മറ്റേ ലിക്വിഡായിട്ട് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു, ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അത് ഓൺ എ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ റിയലി ഗുഡ്. നിങ്ങൾ സെഫോറയുടെ നോക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ എനിക്ക് അതിനേക്കാളും ഇത്തിരി കൂടിയും ഇഷ്ടം ഇതാണ്. പക്ഷേ ഇത് അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസാണ് ഇതിന്. ബട്ട് പെർഫോംസ് റിയലി വെൽ. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു പ്രൈമറാണ്. ഇത് സെഫോറയുടെ പ്രൈമറാണ്. ഞാൻ സെഫോറ കൗണ്ടറിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ച ഒരു പ്രൈമറാണ്. ഇത് നല്ല നിങ്ങൾക്ക് ഭയങ്കര ഓയിലി സ്കിൻ ആണെന്ന് വെച്ചെങ്കിൽ ഇത് നല്ലൊരു ഡ്രൈ മാറ്റ് ഫിനിഷ് തരുന്ന, സ്കിന്നിൽ ഡ്രൈയിങ് അല്ല കേട്ടോ, പ്രോപ്പർ മാറ്റ് ഫിനിഷ് തരുന്ന, പോഴ്സിനെ നന്നായിട്ട് ബ്ലർ ചെയ്യുന്ന, നമ്മുടെ മേക്കപ്പിനെ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന, ഫൗണ്ടേഷനെ നന്നായിട്ട് സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണ് ഇത്. ഇത് കുറച്ച് ടിൻറ്റഡ് ആണ് കേട്ടോ, ചെറുതായിട്ടൊരു ടിൻറ്റഡ് പ്രൈമർ പോലെയുണ്ട്. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടാണ് ഫേസിൽ കാണാം. പക്ഷെ നല്ല സ്മൂത്ത് ആൻഡ് മാറ്റ് ഫിനിഷ്. ചെറുതാണ്,
ബട്ട് ദിസ് ഇസ് റിയലി ഗുഡ്. നിങ്ങൾ സെഫോറാന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് ഹാവ്. നല്ലൊരു പ്രൈമർ നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ് പ്രൈമർ. നമുക്കിനി നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇത് ട്രൈ ചെയ്യാൻ കുറച്ച് ലേറ്റായി, എന്നാലും ഭാഗ്യം 2024 ട്രൈ ചെയ്ത കാരണം ഈ ഒരു ലിസ്റ്റിൽ ഇത് പെട്ടു. സോ ഇത് മേബിലിൻ്റെ അവരുടെ പുതിയ ഫൗണ്ടേഷനില്ലേ, നമ്മുടെ ഷാറുഖ് ഖാൻ്റെ മോള് പ്രൊമോട്ട് ചെയ്ത ഒരു ഫൗണ്ടേഷൻ, വാട്ട്സ് എ നെയിം, സുഹാന ഖാൻ പ്രൊമോട്ട് ചെയ്ത ഈ ഫൗണ്ടേഷൻ മേബിലിൻ്റെ ലൂമി മാറ്റ് ഫൗണ്ടേഷൻ. നൗ ഇത് അപ് ടു 30 hours എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 30 hours വരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. ബട്ട് കുറച്ച് നേരം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫൗണ്ടേഷനാണ്. ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല, ഇതിൻ്റെ ഫീൽ ഓൺ ദ സ്കിൻ ഇസ് ലൈറ്റ് വെയ്റ്റ്, നല്ല പ്രോപ്പർ ഡൂയി ഫിനിഷ് അല്ല, എന്നാൽ പ്രോപ്പർ മാറ്റ് ഫിനിഷ് അല്ല, സംതിങ് ഇൻ ബിറ്റ്വീൻ. നല്ല ഒരു ഫൗണ്ടേഷൻ ആട്ടോ, യു ഷുഡ് ട്രൈ ദിസ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, വേഗം ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഈ ഒരു അഫോർഡബിൾ റേഞ്ചിൽ സൂപ്പർ ഫൗണ്ടേഷനാണ്. എനിക്ക് മേബിലിൻ്റെ അവരുടെ മറ്റേ ഫൗണ്ടേഷനില്ലേ, മറ്റേ മാറ്റ് ആൻഡ് പോർലെസ് ഫൗണ്ടേഷൻ, അതും നല്ലതാണ്. ബട്ട് എനിക്ക് അതിനേക്കാളും ഇഷ്ടം, ഇനി ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതലും ഇതായിരിക്കും ഞാൻ വാങ്ങിക്കുക. സോ ദിസ് ഇസ് സൂപ്പർ, നല്ലൊരു ഫൗണ്ടേഷനാണ്. യു ഷുഡ് ട്രൈ ദിസ് ഇഫ് യു ഹാവൻ ട്രൈഡ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. മീഡിയം കവറേജ് ആണ് ഇതിൻ്റെ ആൻഡ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഓയിലി സ്കിന്നാണെന്ന് വെച്ചെങ്കിൽ ഒരു 3 hours ഒക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഓയിലി ആയിട്ടൊക്കെ വരും. ബട്ട് ദിസ് ഇസ് റിയലി ഗുഡ്, നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഒരു മസ്റ്റ് പർച്ചേസ് എന്ന് പറയാം, നല്ലൊരു ഫൗണ്ടേഷനാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുറച്ച് കോമ്പാക്ട് പൗഡേഴ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഇയറിൽ ട്രൈ ചെയ്തതിൽ എനിക്ക് എൻ്റെ കയ്യിൽ 3 എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വണ്ണിനെ പറ്റിയിട്ട് പറയാം. സ്റ്റേസിൻ്റെ 9 to 9 കോമ്പാക്റ്റ് ആണ്. HD ബ്രൈറ്റ് പോർലെസ് ഓയിൽ കൺട്രോൾ 12 hour കോമ്പാക്റ്റ്. നല്ല സ്മൂതാണ്, ഫൈൻലി മിൽക്ക് പൗഡറാണ്, മീഡിയം കവറേജ് തരുന്ന ഒരു കോമ്പാക്റ്റ് ആണ്. സൂപ്പർ കോമ്പാക്റ്റ്, ലൈക്ക് ഈ ഒരു പ്രൈസിന് ദിസ് ഇസ് വർത്ത് ദ മണി. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. യു ഷുഡ് ട്രൈ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എൻ അഫോർഡബിൾ കോമ്പാക്ട് പൗഡർ കേട്ടോ. ഇത് സൂപ്പർ ഗുഡാണ്, യു വിൽ റിയലി ലവ് ഇറ്റ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡെർമാക്കോൻ്റെ എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഇതിൽ SPF ഉള്ള കാരണമാണ് കേട്ടോ. പക്ഷേ ഇതിൽ SPF ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ സൺസ്ക്രീൻ മിസ് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട. ഇത് ഓൺ ടോപ്പ് ഓഫ് മേക്കപ്പ് നിങ്ങൾക്ക് ഒരു ടച്ചപ്പിനൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. അത് കാരണമാണ് എനിക്കിത് കുറച്ച് കംഫർട്ടബിളും ഈസി ടു യൂസ് ആയിട്ടും എനിക്ക് തോന്നിയ. SPF ഞാൻ മേക്കപ്പ് ഇട്ടാൽ ഞാൻ ടു ബി വെരി ഓണസ്റ്റ് ഞാൻ ടച്ചപ്പ് ചെയ്യാൻ നിൽക്കാറില്ല SPF, ആൻഡ് ദാറ്റ്സ് വെരി ബാഡ്. അപ്പോൾ ഈ കോമ്പാക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ടച്ചപ്പ് ചെയ്യാറ്. ഇത് അവരുടെ ഹൈലൂറോണിക് സൺസ്ക്രീൻ കോമ്പാക്ട് ഫോർ ഈസി റീ ആപ്ലിക്കേഷൻ. Ceramide UV Broad Spectrum SPF 50 PA+++. നല്ലൊരു കോമ്പാക്റ്റ് ആണ്. ആസ് എ കോമ്പാക്റ്റ്, SPF മാത്രമല്ല ആസ് എ കോമ്പാക്റ്റും നല്ല കവറേജ് ഉള്ള, നന്നായിട്ട് ഓയിൽ ഫ്രീ ആക്കുന്ന സൂപ്പർ കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഐ റിയലി ലവ് ദിസ് വൺ. നെക്സ്റ്റ് ഉള്ളത് SPF-ഉം ഇതൊന്നുമല്ല കേട്ടോ. ഇത് സാധാരണ ഒരു കോമ്പാക്റ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് ഇസ് ലൈക്ക് റിയലി ഗുഡ്. നല്ല സ്മൂത്ത് ഫിനിഷ് തരുന്ന, നല്ല കവറേജ് തരുന്ന ഒരു കോമ്പാക്റ്റ് ആണ്. ഇത് സെഫോറയുടെ കോമ്പാക്റ്റ് ആണ്. വാൾനട്ട് ആണ് ഷെയ്ഡിൻ്റെ പേര്, എൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഇത് ഞാൻ അഗൈൻ സെഫോറ കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാൾനട്ട് മീഡിയം ഷെയ്ഡ് 33 ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. സൂപ്പർ കോമ്പാക്റ്റ്, ഒരു നല്ലൊരു കോമ്പാക്റ്റ് നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഇത് കുറച്ച് പ്രൈസാണ്, ബട്ട് വർത്ത് ദ മണിയാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുന്നത് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ഐ ട്രൈ ദിസ് സ്കിൻ കെയർ. ഇത് കൊലാബറേഷന് വന്നപ്പോൾ ഇത് ആക്ച്വലി ഒരു ആപ്പാണ്. അതിൽ നമ്മുടെ സ്കിൻ ഇഷ്യൂസൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് റെക്കമെൻഡ് ചെയ്തിട്ടാണ്. ഞാനിതിൻ്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആൻഡ് റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം. ബട്ട് ഐ ഹാഡ് ടു ഇൻക്ലൂഡ് ദിസ് വൺ ഈ ലിസ്റ്റിൽ, കാരണം ദിസ് ഈസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിൻ കെയർസ് ഐ എവർ ട്രൈഡ്. എൻ്റെ സ്കിന്നിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത ഒരു ബ്രാൻഡാണിത്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ദ ബ്രാൻഡ്. ഇത് കൊലാബറേഷന് വന്ന കാരണമാണ് ഞാനിത് ട്രൈ ചെയ്തത്. ഐ ഫീൽ സോ ഗുഡ് ദാറ്റ് ഐ ട്രൈഡ്. ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ അവരുടെ എല്ലാ പ്രോഡക്റ്റ്സും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ട്രൈ ചെയ്ത പ്രോഡക്റ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവരുടെ ഫേസ് വാഷ് ആൻഡ് സീറം. ഞാൻ M5നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതൊരു ആപ്പാണ് കേട്ടോ. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഇഷ്യൂസൊക്കെ അതിൽ ചോദിക്കും, സ്കിൻ ടൈപ്പ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. സോ ഫസ്റ്റ് പറയാൻ പോകുന്നത് അവരുടെ സാലിസിലിക് ആസിഡ് ആണ്. 1% സാലിസിലിക് ആസിഡ് ഫോമിങ് ക്ലെൻസർ.
my go-to face wash. This is my fourth bottle. And എനിക്ക് പറയാനുള്ളത് അവരുടെ സീറമാണ്. ഇത് റെറ്റനോൾ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു റെറ്റനോൾ സീറമാണ് കേട്ടോ. ഐ തിങ്ക് റെറ്റനോൾ നൈറ്റ് ക്രീംസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ സീറംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ലവ് ദിസ് റെറ്റനോൾ സീറം. 1% retinol night serum with ashwagandha and cucumber extracts ആണ്. This transformed my skin. ഇത് രണ്ടും like really transformed my skin. കുറച്ച് നാൾ മുന്നേ നിങ്ങൾക്കറിയാം, എനിക്ക് പൊതുവേ ആക്നെ പ്രോൺ സ്കിന്നാണ്. ഇടയ്ക്ക് വന്നിട്ടും പോയിട്ടും ഇരിക്കും. പക്ഷേ കുറച്ച് 2-3 മാസം, അതായത് ഒരു 2024 ബിഗിനിങ്ങിൽ ഒരു മെയ് ജൂൺ ടൈമിലൊക്കെ എനിക്ക് വലിയ പിമ്പിൾസും വന്നു തുടങ്ങി. ഈ ജോയിൻ്റ് അവിടെ നെക്കിലൊക്കെ സ്പ്രെഡായിട്ട് ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്തത് ഈ 2 എണ്ണമാണ് കേട്ടോ. ഒരു റുട്ടീനായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. അതിൽ സാലിസിലിക് സീറമും ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്, പക്ഷേ ഇപ്പോൾ ആക്നെ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ സാലിസിലിക് ആസിഡ് സീറം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. റെറ്റനോൾ ആൻഡ് ഈ ഫേസ് വാഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ആക്നെ വരാമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട് ഇൻ ദ നൈറ്റ് ടൈം. ഐ ലവ് ദിസ്. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യണം, നിങ്ങളുടെ റിങ്കിൾസിനെ കുറയ്ക്കണം, നിങ്ങളുടെ പോഴ്സിനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ട്രൈ റെറ്റനോൾ. ആക്നേനെ കുറയ്ക്കാനും എന്നെ ഒരുപാട് സഹായിച്ചൊരു സീറം കൂടിയാണ് ഇത്. ഞാൻ മറ്റുള്ള റെറ്റനോൾ സീറംസ് ട്രൈ ചെയ്യാത്ത കാരണം എനിക്കറിയില്ല എല്ലാ റെറ്റനോൾ സീറം ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് വൺ ഐ ക്യാൻ, എന്താ പറയുക, എനിക്ക് എൻ്റെ സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്തത് ഈ ഒരു സീറം ആൻഡ് ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് മൈ 4th purchase ആൻഡ് ദിസ് ഇസ് മൈ 3rd purchase. I love this. I really love this serum. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ വുഡ് highly recommend. This video is not sponsored കേട്ടോ. സോ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഐ ലവ് ദിസ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് പറയുന്നത് ഒരു ബോഡി ലോഷനാണ്. ഇത് ഞാൻ 2022 ട്രൈ ചെയ്തതെന്ന് തോന്നണേ. ബട്ട് ഐ സ്റ്റിൽ യൂസ് ഇറ്റ്. നല്ല പ്രോഡക്റ്റാണ്, നല്ല ഹൈഡ്രേറ്റിംഗ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ, ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആണെങ്കിൽ ഐ തിങ്ക് ഇതിനേക്കാളും കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ബട്ട് ഒരു സാധാരണ ഡ്രൈ സ്കിൻ, എക്സ്ട്രീം ഡ്രൈ അല്ലാണ്ട്, എനിക്ക് ബോഡി ഡ്രൈ ആണ്, ഫേസാണ് ഓയിലി. സോ ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. 1% കോജിക് ആസിഡ് ബോഡി ലോഷൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ ടാൻ ഒന്നും അങ്ങനെ റിമൂവ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല ഹൈഡ്രേറ്റിംഗ്, നല്ല സ്മെല്ലുമാണ്, കുറച്ച് ലോങ് ലാസ്റ്റിങ്ങുമാണ്, കുറേ നേരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ബോഡി ലോഷനാണ് ഇത്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ നൈസ് ബോഡി ലോഷൻ, കുറച്ച് നല്ല സ്മെല്ലുള്ള ഒരു ബോഡി ലോഷൻ നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ, നിങ്ങൾക്ക് ഈ കാരമൽ സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യൂസിങ് പ്ലമ്മിൻ്റെ ഈ active witty 1% kojic acid body lotion, because dry days are not fun. So yeah, this is a good body lotion too. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുന്നത് ഞാൻ 2023 ട്രൈ ചെയ്ത പ്രോഡക്റ്റ് ആണ്. 2023 ഡിസംബറിലാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇത് നല്ല വൈറലായ, ഭയങ്കര ഹൈറ്റായ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. പോളാസ് ചോയ്സിൻ്റെ എക്സ്ഫോളിയൻറ്റ് സൊല്യൂഷൻ Skin Perfecting 2% BHA Liquid Exfoliant. Now, talking about this, ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ചെറുത് വരുന്നുണ്ട് കേട്ടോ, മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ്. മിന്ത്രയിലും ആമസോണിലും ഇതിൻ്റെ ചെറിയ ബോട്ടിലിന് 1200 റുപ്പീസേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ. നിങ്ങൾ ചെറുത് വാങ്ങിച്ചു നോക്ക്. എനിക്ക് ചെറുത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വലിയ ബോട്ടിൽ വാങ്ങിച്ചത്. സൂപ്പർ ഗുഡ്. നിങ്ങൾക്ക് സ്കിന്നിൽ ബംസിൻ്റെ ഇഷ്യൂ ഉണ്ട്, വലിയ പോൾസിൻ്റെ ഇഷ്യൂ ഉണ്ട് വെച്ചെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ് വൺ. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിനെ മിനിമൈസ് ചെയ്തിട്ട് ഒരു ലുമിനസ് ഫിനിഷ് ഇത് തരുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ഇസ് വർത്ത് ദ മണി. ആൻഡ് ഞാനിത് ട്രൈ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഐ ഷുഡ് ഹാവ് ട്രൈ ദിസ് ഏർലിയർ. നല്ലൊരു എക്സ്ഫോളിയൻറ്റ് സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഹൈലി റെക്കമെൻഡ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ബ്ലഷാണ്, ബ്ലഷ് സ്റ്റിക്കാണ്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെസ്റ്റ് സൈഡിൻ്റെ മേക്കപ്പ് ബ്രാൻഡിൽ അവരുടെ NUON, ഐ ഡോണ്ട് നോ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല അഫോർഡബിൾ പ്രൈസസിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് അവർക്ക്. ഞാൻ അവരുടെ ബ്ലഷ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ദ ഷെയ്ഡ് ബ്ലോസം. നല്ലൊരു ബ്ലഷാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ക്രീമി ഫിനിഷാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡൂയി ഫിനിഷ് തരും. സോ നല്ലൊരു അഫോർഡബിൾ സ്റ്റിക്ക് ബ്ലഷ് ഇൻ സ്റ്റിക്ക് ഫോം നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ട്രൈ. നിങ്ങൾ വെസ്റ്റ് സൈഡിൽ സ്റ്റോറിൽ പോവുക, അവിടുത്തെ മേക്കപ്പ് ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്ക്. ലിപ്സ്റ്റിക്സ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം ട്രൈ ചെയ്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞാനത് വാങ്ങിച്ചില്ല. ബട്ട് അവരുടെ ഈ ബ്ലഷ് സ്റ്റിക്ക് ഇസ് റിയലി ഗുഡ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.
നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു പെർഫ്യൂമാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫ്യൂം ആൻഡ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫ്രം സാറയുടെ ആപ്പിൾ ജ്യൂസാണ് ഇത്. നിങ്ങൾ സാറയിൽ നിന്ന് ഒരു പെർഫ്യൂം വാങ്ങിക്കുന്നു വെച്ചെങ്കിൽ, ജസ്റ്റ് ഒരു പെർഫ്യൂം വാങ്ങിക്കുന്നു വെച്ചെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ദിസ്. കാരണം ഇത് എല്ലാ ഒക്കേഷൻസിനും സേഫ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. കോളേജ് വെയർ ആയാലും ഓഫീസ് വെയർ ആയാലും എന്തിനും ഒരു സേഫാണ് കേട്ടോ. നല്ലൊരു പെർഫ്യൂമാണ്, നല്ല യുണീക്ക് സ്മെല്ലിങ് പെർഫ്യൂമാണ്. സാറയുടെ ആപ്പിൾ ജ്യൂസ് മറക്കണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ അടിച്ചുടനെ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് നോർമൽ ഫ്രഷ് സ്മെൽ എന്ന് തോന്നും. സ്റ്റിൽ നോട്ട് ബാഡ്, ബട്ട് ഒരു നോർമൽ സ്മെല്ലായിട്ടേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മോളൊക്കെ ഇങ്ങനെ കറങ്ങി വന്ന് ഒരു 2 മണിക്കൂറൊക്കെ ഐ ഹാഡ് ഡിന്നർ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് അടിച്ചിട്ടുണ്ടായിരുന്ന ഭാഗത്ത് എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഡിഫറെൻറ്റ് ആൻഡ് ഭയങ്കര യുണീക്കായിട്ട് തോന്നി. എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും ഫീനിക്സ് മോളിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഫീനിക്സ് മോളിൻ്റെ സാറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ തന്നെ ഞാനിത് വാങ്ങിച്ചു. ആൻഡ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി എന്താ പറയുക, ഒരു യുണീക്ക് സ്മെല്ലിങ്, റിഫ്രഷിങ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇതിൻ്റെ ഡ്യൂപ്സൊന്നും അങ്ങനെ അധികം ഇല്ല. പിന്നെ ചാൻസ് ഷനേൽ ഇതിൻ്റെ കുറച്ച് സിമിലറാണ്, ഇതിനേക്കാളും ലോങ് ലാസ്റ്റിംഗ് അതാണ്. പക്ഷേ ദ പിങ്ക് വൺ കേട്ടോ, ഇതാണ് എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടിയും ഇഷ്ടം. സോ യാ, ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ബൈയിങ് ദിസ് വൺ. നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്ക്. ആൻഡ് സൂപ്പർ പെർഫ്യൂമാണ്, യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു പെർഫ്യൂം തന്നെയാണ്. ഇത് പ്ലം ബോഡി ലവിങ്ങിൻ്റെ പെർഫ്യൂമാണ്. ഇത് അവരുടെ 50 Shades of Women എന്നുള്ള പെർഫ്യൂമാണ്. എ നൈസ് നട്ടി, കുറച്ച് വാം സ്മെല്ലിങ്. ഇതൊരു ഈവനിങ് വെയർ പെർഫ്യൂമാണ് കേട്ടോ. ഒരു മോർണിംഗ് വെയറിന് പറ്റിയ പെർഫ്യൂം അല്ല, സ്പെഷ്യൽ ഒക്കേഷൻസിനായാലും കൂടുതലും ഒരു ഈവനിങ് വെയറിന് പറ്റിയ പെർഫ്യൂമാണ്. കുറച്ച് ക്രീമിയാണ്, വുഡിയാണ്, കുറച്ച് സോൾട്ടി ടൈപ്പ് പെർഫ്യൂമാണ്. ഇത് ഒരു 4 to 5 hours ലോങ് ലാസ്റ്റിങ്ങുമാണ് കേട്ടോ. നല്ല പെർഫ്യൂമാണ്, നല്ല ക്വാളിറ്റി പെർഫ്യൂമാണ്. ആൻഡ് പ്ലം പെർഫ്യൂംസിൽ നല്ല ക്വാളിറ്റി പെർഫ്യൂംസാണ് കേട്ടോ അവരുടെ പെർഫ്യൂംസൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടം അവരുടെ വെനില വൈബ്സാണ്. അടിച്ചുടനെ അല്ല എനിക്കിഷ്ടം, അതിൻ്റെ ഡ്രൈ ഡൗൺ ആണ് എനിക്കിഷ്ടം. ഭയങ്കര അഡിക്റ്റീവ് ആണ്. പിന്നെ എനിക്ക് അവരുടെ ഇഷ്ടമുള്ളത് ഫീലിംഗ്സ് റോസ്, സ്മോക്കിംഗ് വെനില ആൻഡ് ദിസ് വൺ. സോ എനിക്ക് അവരുടെ ഒരു 4 പെർഫ്യൂംസ് ആണ് എൻ്റെ ഫേവറേറ്റ്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി റീപർച്ചേസ്. വെനില വൈബ്സ് ഞാൻ ഓൾറെഡി 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇത് തീരുമ്പോഴേ ഞാൻ വാങ്ങിക്കുള്ളൂ. പക്ഷേ വെനില വൈബ്സ് എനിക്ക് അതെങ്ങനെ അവരെ നിർത്തിയാലോ എന്നുള്ളതിലാണ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഞാൻ പൊതുവേ വെനില ഫാൻ അല്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സ്മോക്കിംഗ് വെനിലയും ഇഷ്ടമാണ്. സോ യാ, ദിസ് ഈസ് ഓൾസോ റിയലി ഗുഡ്. ഇത് കുറച്ച് നട്ടിയാണ്, ആ പ്രോപ്പർ വെനില ഫ്രേഗ്രൻസ് അല്ല, അത് കുറച്ച് നട്ടി, കുറച്ച് ക്രീമി, പെർഫെക്റ്റ് ഫോർ ഈവനിങ് വെയർ, സ്പെഷ്യൽ ഒക്കേഷൻസിന്, കല്യാണങ്ങൾക്കൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഇത്. യു ഷുഡ് ട്രൈ ദിസ് വൺ കേട്ടോ, നല്ല പെർഫ്യൂമാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു സീറമാണ്. ഭയങ്കര വൈറലായ, ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഫോക്സ്ടെയിലിൻ്റെ സീറം നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഈ പിങ്ക് ബോട്ടിൽ വരുന്നത് അവരുടെ ദ മിൽക്കി വേ സീറം. സോ ഇവരുടെ തന്നെ വേറൊരു ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഫേസ് പാക്കോ സംതിങ്, ഒരു ഗ്രീൻ കളറിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. ഹൈഡ്രേറ്റിംഗ് ആണ്, പക്ഷേ ഫേസിൽ വലിയ ഡിഫറൻസസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ദിസ് വൺ ഈസ് ഗുഡ് ടോ. ഇറ്റ് ഈസ് വർത്ത് ദ ഹൈപ്പ്. ബിക്കോസ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരും. അങ്ങനെ പിമ്പിൾസ് കുറയ്ക്കാനോ പോൾസ് മിനിമൈസ് ചെയ്യാനോ അതൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആണ്. ബട്ട് യു വാണ്ട് ഒരു ഗ്ലോ, ജസ്റ്റ് ഒരു ഗ്ലോ നിങ്ങൾക്ക് വേണം, നല്ലൊരു ഷൈൻ വേണം വെച്ചെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യൂസിങ് ദിസ് വൺ. ദിസ് ഈസ് നല്ല ഒരു സീറമാണ് കേട്ടോ. ഞാനിതൊരു 2 weeks കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് എനിക്ക് സ്കിന്നിൽ തോന്നി. പിന്നെ ഞാനത് നിർത്തി, ബിക്കോസ് ഐ ഹാഡ് ടു ട്രൈ അനദർ സ്കിൻ കെയർ. സോ യാ, ദിസ് ഈസ് എ ഗുഡ് വൺ. എനിക്ക് ട്രൈ ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ് ആണ് ഇതിൻ്റെ പേര്. ഫോക്സ്ടെയിലിൻ്റെ ഒരു ഗ്ലോ നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ, ഒരു സിമ്പിൾ ഹെൽത്തി ഗ്ലോ നിങ്ങളുടെ സ്കിന്നിന് നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ ബി പേഷ്യൻറ്റ്. കുറച്ച് അധികം നാൾ ഇത് യൂസ് ചെയ്താൽ കുറച്ചും കൂടി അധികം ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് എ നൈസ് സീറം. യു ഷുഡ് ട്രൈ ദിസ് സീറം. നിങ്ങൾ നല്ലൊരു സ്കിൻ കെയർ സീറം നിങ്ങൾ നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ് സീറം. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ 2024 ട്രൈ ചെയ്ത സൺസ്ക്രീനാണ്. Dot & Keyയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ. നൗ Dot & Key സൺസ്ക്രീൻസ് ആർ നല്ല ഡീസൻറ്റ് ക്വാളിറ്റി സൺസ്ക്രീൻസ് ആണ്, നല്ല പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻസ് ആണ്, നല്ല ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻസ് ആണ്.
ആൻഡ് എനിക്ക് അങ്ങനെ ഞാൻ കുറേ സൺസ്ക്രീൻസ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അറിയില്ല എത്ര എണ്ണം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ വളരെ കുറവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം എൻ്റെ ആക്നെ പ്രോൺ ആണ്, സെൻസിറ്റീവ് ആണ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ള കാരണം എനിക്ക് വളരെ കുറവ് സൺസ്ക്രീൻസാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത്. അതിൽ ആ ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻസൊക്കെ പൊട്ടയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൽ നിന്നും ഇത് ഹൗ ഡിഫറെൻറ്റ് ഇസ് ദിസ് എന്ന് വെച്ചാൽ ഇത് നല്ല കൂളിംഗ് ആണ് സ്കിന്നിൽ. നമ്മൾ സൺസ്ക്രീൻസ്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻസ് ഞാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇട്ട ഉടനെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടെടുക്കണ പോലെ തോന്നും, അല്ലെങ്കിൽ ഇവിടെ സ്വെറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. പക്ഷേ ഇത് ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻസും ഞാൻ തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സൺസ്ക്രീൻസിനേക്കാളും ഒക്കെ കുറച്ചും കൂടിയും ലൈറ്റ് വെയ്റ്റ് ആണ്, ഓൾമോസ്റ്റ് ലൈക്ക് വാട്ടർ എന്ന് പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ആൻഡ് ഈസ് കൂളിംഗ്. സ്കിന്നിലിടുമ്പോൾ അങ്ങനെ ചൂടൊന്നും തോന്നുന്നില്ല. എനിക്കിതിലിട്ട് മുഖക്കുരു ഒന്നും വന്നിട്ടില്ല. ഓൾ ഇൻ ഓൾ ദിസ് ഈസ് ലൈക്ക് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻ റൈറ്റ് നൗ. നിങ്ങൾക്ക് ആക്നെ പ്രോൺ ആണ്, നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ഒക്കെ ആണെന്ന് വെച്ചെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ് വൺ കേട്ടോ. നിങ്ങൾ കുറേ പരസ്യങ്ങളൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടാവും. അത് ബിലീവ് ദം, ദിസ് ഈസ് റിയലി ഗുഡ്. അത് നല്ല പ്രോഡക്റ്റാണ്. യു ഷുഡ് ട്രൈ ദിസ് സൺസ്ക്രീൻ. ഞാൻ വേറെ വേരിയൻസ് അല്ല ഞാൻ പറയാം, ഞാൻ ആ കൂളിംഗ് ഇതാണ് പറയണത്. വാട്ടർമെലൻ സൺസ്ക്രീൻ, ഇത് പിങ്ക് ഉള്ളതാണ്, ഈ ബേബി പിങ്ക് പ്രോഡക്റ്റാണ് കേട്ടോ. സൂപ്പർബ് സൺസ്ക്രീനാണ്. ഞാൻ ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഫോർ ദ വീഡിയോ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ബഹലാലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ റേഞ്ച് ഞാൻ മുന്നേ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഈ റേഞ്ചിൽ 2 ഫേവറേറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. പിക്ക് മീ അപ്പ്. എനിക്ക് ആ ഷെയ്ഡ്സ് വരെ ഭയങ്കര ഓർമ്മയാണ്. ഷെയ്ഡിൻ്റെ പേര് പൊതുവെ എനിക്ക് ഷെയ്ഡിൻ്റെ പേര് ഓർമ്മയുണ്ടാവില്ല. ഷെയ്ഡിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ബ്രാൻഡ് ഓർമ്മയുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. ബട്ട് എനിക്ക് അത് ഭയങ്കര ഓർമ്മയുള്ള ഷെയ്ഡ്സാണ് പിക്ക് മീ അപ്പ് ആൻഡ് ഫ്രണ്ട് ഫോർ എവർ. ഈ 2 ഷെയ്ഡ്സും കുറച്ച് സിമിലറാണ്. ഒരെണ്ണം ഡാർക്ക്, ഒരെണ്ണം ലൈറ്റാണ്, അതിലോ ഡിഫറൻസ്. ബാക്കി അണ്ടർടോൺസ് ഒക്കെ സിമിലറാണ്. ഞാൻ ഓൾറെഡി വീഡിയോസിന് ഞാൻ കുറേ പ്രാവശ്യം അത് യൂസ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ഷെയ്ഡാണ് ഇത്. അവരുടെ കാഫേ ലാറ്റെ. ഇതൊരു ഷെയ്ഡ് എനിക്ക് ഓർമ്മയുണ്ട്, കറക്റ്റ്, കാഫേ ലാറ്റെ. നിങ്ങൾ നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മീഡിയം ടു ഡസ്കി സ്കിന്നാണെന്നുവെച്ചെങ്കിൽ ഇത് നല്ലൊരു ന്യൂഡ് ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾ ഭയങ്കര ലൈറ്റർ സ്കിന്നാണെന്നുവെച്ചെങ്കിൽ, എൻ്റെ സ്കിന്നേക്കാളൊക്കെ ലൈറ്റർ സ്കിന്നാണെന്നുവെച്ചെങ്കിൽ ഇത് കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ പോലെ ഇരിക്കും. എന്തൊക്കെ ആയാലും നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. സൂപ്പർ ബ്രൗൺ ഷെയ്ഡ്, ഒരു മസ്റ്റ് ഹാവ് ബ്രൗൺ ഷെയ്ഡ്. ദിസ് ഈസ് ലൈക്ക് ദ മോസ്റ്റ് ഫേവറേറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇൻ മൈ കളക്ഷൻ. എനിക്ക് പ്ലമ്മിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമാണ്, അപ്സൈഡ് ബ്രൗൺ. ബട്ട് ദിസ് ഇസ് ഓൾസോ ഗുഡ്. അത് എനിക്ക് കുറച്ചും കൂടിയും ഒരു ഡാർക്കർ ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ഒരു ന്യൂഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കാഫേ ലാറ്റെ എന്നുള്ളത് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. എനിക്ക് കുറേ റിക്വസ്റ്റ് വരാറുള്ളത്, ചേച്ചി ഡെയിലി യൂസിന് പറ്റിയ ഫൗണ്ടേഷൻ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. സോ ഞാൻ ഡെയിലി യൂസിന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അത്ര സ്കിന്നിന് നല്ലതല്ലാത്ത കാരണം ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ആൻഡ് ഞാൻ പേഴ്സണലി ഡെയിലി ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിനായാലും ഞാൻ ചിലപ്പോൾ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറില്ല. പകരം ഞാൻ ഈ ടിൻറ്റഡ് മോയ്സ്ചറൈസേഴ്സാണ് എനിക്കിഷ്ടം. ബിക്കോസ് നല്ല നാച്ചുറൽ ഫിനിഷുള്ള കവറേജാണ് തരുന്നത്. അങ്ങനെ ഹൈ കവറേജ് ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഫേസിൽ അങ്ങനെ കുറേ മാർക്സ് ഒന്നും ഇല്ലാച്ചെങ്കിൽ ദിസ് വിൽ ഡു ദ ജോബ്. ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ലൈറ്റ് കളറിലുള്ള സ്പോട്ട്സൊക്കെ ആണെച്ചെങ്കിൽ ഇത് കവർ ചെയ്യും. ഓവറോൾ നല്ലൊരു ഗ്ലോയി ഫിനിഷ് തരുന്ന ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് സ്മാഷ് ബോക്സിൻ്റെ ഹേലോ മോയ്സ്ചറൈസർ. നല്ല ഹൈഡ്രേറ്റിംഗ്, നല്ല ഡൂയി ഫിനിഷ് തരുന്ന, നല്ല ലൈറ്റ് വെയ്റ്റ്, വെരി കംഫർട്ടബിൾ ഓൺ സ്കിൻ, വർത്ത് ദ മണി. ഐ മസ്റ്റ് സേ വർത്ത് ദ മണി. ഇത് ചെറിയ പാക്കേജാണ്. ഇതിൻ്റെ വലുതുണ്ട്. വലുത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ചെറുത് വാങ്ങിച്ചു നോക്ക്. എൻ്റെ ഷെയ്ഡ് മീഡിയം ആണ്. എനിക്ക് ടാൻ ഉള്ള സമയത്താണ് ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് പെർഫെക്റ്റ്. അല്ലെങ്കിൽ എനിക്കിത് കുറച്ച് ഡാർക്കായിട്ടാണ്, കുറച്ച് യെല്ലോഷായിട്ടാണ് എനിക്ക് തോന്നാറ്. ബട്ട് നല്ല ടെക്സ്ചറാണ് ഇതിൻ്റെ, നല്ല ക്രീമി. നമ്മുടെ എനിക്ക് ടെക്സ്ചേർഡ് സ്കിന്നാണ്, നിങ്ങൾക്കറിയാം. ഇപ്പോൾ കുറച്ച് കുറവാണ് ആഫ്റ്റർ യൂസിങ് ദ സ്കിൻ കെയർ, എൻ്റെ ലവ്ലി സ്കിൻ കെയർ. ബട്ട് യാ, ടെക്സ്ചേർഡ് സ്കിന്നിനായാലും അങ്ങനെ ചില ഫൗണ്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്ചറിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. നമ്മുടെ പോർട്സിനെ ഭയങ്കരമായിട്ട് ഇല്ലാത്ത വലിപ്പം കൂടുതലായിട്ട് കാണിക്കും. പക്ഷേ അങ്ങനെയൊന്നും ഇത് ചെയ്യുന്നില്ല. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ബ്ലറിങ് ഔട്ടാണ്. ഡൂയി ഫിനിഷാണ്, മാറ്റ് ഫിനിഷ് അല്ല. ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പാക്റ്റ് ഓർ ട്രാൻസ്ലൂസൻ പൗഡർ ഓർ സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. സമ്മേഴ്സിലൊക്കെ ആണെങ്കിൽ എന്തായാലും സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് കുറച്ച് ഹൈഡ്രേറ്റിംഗ് ഫിനിഷ് പോലത്തെയാണ് കേട്ടോ. കുറച്ച് ഡൂയി ഫിനിഷാണ്. കുറച്ചിങ്ങനെ ഒരു ഷൈൻ ഇങ്ങനെ തോന്നും. നിങ്ങൾക്ക് ആ ഷൈൻ ഇഷ്ടമില്ല വെച്ചെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് യൂസ് എ പൗഡർ.
ഓൾ ഇൻ ഓൾ നല്ലൊരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്, മോയ്സ്ചറൈസിങ്ങുമാണ് കേട്ടോ. ഇറ്റ് ഹാസ് SPF 25. പക്ഷേ ഇതിൻ്റെ SPFൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണ്ട, സെപ്പറേറ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ മര്യാദയ്ക്ക് യൂസ് ചെയ്തോ. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഐ വുഡ് highly recommend using this tinted moisturizer if you are looking for a nice tinted moisturizer. കഴിഞ്ഞു, എല്ലാതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ്, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ആൻഡ് ദിസ് വീഡിയോ ഈസ് നോട്ട് സ്പോൺസേർഡ്. ഞാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാതും ടാഗ് ചെയ്യാൻ നോക്കാം. ചിലതിൻ്റെ ടാഗ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ലിങ്ക്സ് കൊടുക്കാൻ പറ്റുമോ ഞാൻ നോക്കാം. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ. ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഈ 2024 ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഏതെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ എനിക്ക് കോമെൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഐ വുഡ് ലവ് ടു ട്രൈ ദം. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ, ആൻഡ് പ്ലീസ് ഡു ടേക്ക് കെയർ. ബൈ.